എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളാണ്. 24-ാം വാക്യത്തിൽ യേശുവിന്റെ രാജ്യത്തിൽ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കാൻ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മ വഴി ആവശ്യപ്പെട്ടതായി കേട്ടപ്പോൾ ശേഷിക്കുന്ന 10 ശിഷ്യന്മാർ സെബദിയുടെ 2 പുത്രന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും രോഷാകുലരായി എന്ന് നാം വായിക്കുന്നു. മുൻ വാക്യങ്ങളിൽ യാക്കോബും യോഹന്നാനും അവരുടെ അമ്മ മുഖാന്തരം യേശുവിനോട് തന്റെ രാജ്യത്തിന്റെ ഭാവി ഭരണത്തിൽ അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും സ്ഥാനങ്ങൾ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വലത്തും ഇടത്തും ഇരിക്കാൻ അരുളി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യേശു കൊല്ലപ്പെടുമെന്ന് അവർ ഇപ്പോഴും മനസ്സിലാക്കാത്തതിനാൽ അവർ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ദൈവരാജ്യത്തിൽ വലിയവനായി തീരുന്നത് ഭൂമിയിൽ ഉള്ളതിന് വിപരീതമാണെന്ന് അവർ ഇപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അവർ മനസ്സിലാക്കുമെന്ന് താൻ കഷ്ടതയിലേക്ക് കടക്കുന്നത് പോലെ അവരും കഷ്ടതയിലേക്ക് കടക്കുമെന്ന് യേശു അവരോട് പറഞ്ഞു. എന്നാൽ ദൈവരാജ്യത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ ആര് എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പിതാവാണെന്ന് യേശു വ്യക്തമാക്കുന്നു എന്ന് നാം വായിക്കുന്നു. യേശുവിനോട് അവന്റെ രാജ്യത്തിൽ ഒന്നാമനാകാൻ യാക്കോബും യോഹന്നാനും ആവശ്യപ്പെട്ടത് അറിഞ്ഞപ്പോൾ മറ്റ് 10 ശിഷ്യന്മാർ ഈ 2 സഹോദരന്മാരോട് കോപിച്ചു. കർത്താവിനോട് കൂടെ ഉന്നത സ്ഥാനത്തിനായി ഈ 2 സഹോദരന്മാർ പ്രത്യേക അഭ്യർത്ഥന നടത്തിയതിനെ തുടർന്ന് അതിവിശിഷ്ടമായ പ്രാധാന്യം അവർക്ക് മാത്രമേ ലഭിക്കൂ എന്ന ആശങ്കയായിരുന്നു മറ്റുള്ളവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കാം. ശിഷ്യന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള മത്സരങ്ങളും അതിജീവന പ്രവണതകളും മനുഷ്യനിലുള്ള ജഡസ്വഭാവത്തിന്റെ ഭാഗമാണെങ്കിലും യേശു കർത്താവ് അവരെ ക്ഷമയോടെ ഉപദേശിച്ചു എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എല്ലാവർക്കും ദാസനായി സേവിക്കേണ്ടതുണ്ടെന്ന് യേശു മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ വീണ്ടും വിശദീകരിക്കുന്നുവെങ്കിലും 10 ശിഷ്യന്മാരുടെ ഈ വികാരപ്രകടനം ലോകത്തിലെ മറ്റു മനുഷ്യർ ആഗ്രഹിച്ചിരുന്ന പോലെ അവരും അധികാര സ്ഥാനങ്ങൾ ആഗ്രഹിച്ച അവരുടെ മനോഭാവം പ്രതിഫലിപ്പിക്കുന്നതാണ്. 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശുവോ അവരെ അടുക്ക വിളിച്ചു. ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. തന്റെ ശിഷ്യന്മാരുടെ ഇടയിലെ അസൂയയുടെയും കോപത്തിന്റെയും വ്യവഹാരം ഉണ്ടായ ആ നിമിഷത്തിൽ തന്നെ കർത്താവ് അവരെയെല്ലാം തന്റെ അടുക്കിലേക്ക് വിളിച്ചു. തന്റെ രാജ്യത്തിൽ മഹത്വമുള്ളവരാകുക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വീണ്ടും അവരോട് വിശദീകരിക്കുവാൻ തുടങ്ങി എന്ന് കാണുന്നു. നിങ്ങളിൽ ഏറ്റവും വലിയവനാകുവാനുള്ള ശിഷ്യന്മാരുടെ ആഗ്രഹം മറ്റുള്ളവരെ സത്യത്തിലും സ്നേഹത്തിലും സേവിക്കുക എന്ന ശരിയായ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് അത് എങ്ങനെ നിറവേറ്റാമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. 25-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത് ജാതികളുടെ ഭരണാധികാരികൾ തങ്ങളെക്കാൾ കുറഞ്ഞ ശക്തിയും സ്വാധീനവുമുള്ള എല്ലാവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നുവെന്നും അവരുടെ മഹാന്മാർ അവരുടെ എല്ലാവരുടെയും മേൽ അധികാരം പ്രയോഗിക്കുന്നു എന്ന് ശിഷ്യന്മാർക്ക് നന്നായി അറിയാം എന്നാണ്. കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് ജാതികളായ രാജാക്കന്മാർ, ഉദാഹരണത്തിന് റോമൻ ഭരണത്തിന് കീഴിൽ സീസർ ചക്രവർത്തി മുതൽ പീലാത്തോസ് പോലുള്ള പ്രവിശ്യ ഗവർണർമാർ വരെ തങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുവാൻ മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ അധികാരസ്ഥാനം പൂർണ്ണമായും മുതലെടുക്കുന്നു എന്നാണ്. വിജാതിയരുടെ കാഴ്ചപ്പാടിൽ വലിയവനായിരിക്കുക എന്നാൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, നിയമത്തിന് അതീതനായിരിക്കുക, സ്വന്തം ഇഷ്ടത്തിനായി ആരെയും നിർബന്ധിക്കാൻ കഴിയുക എന്നതായിരുന്നു. വിജാതിയരുടെ ഭരണത്തിൽ എല്ലാവരും ഭരണാധികാരികളെ സേവിച്ചു. എന്നാൽ ഭരണാധികാരികൾ ആരെയും സേവിച്ചില്ല എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. 26-ാം വാക്യത്തിൽ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരിക്കരുത് എന്നതുകൊണ്ട് തന്റെ ശിഷ്യന്മാർ ജാതീയ ഭരണാധികാരികളെ പോലെ ആകരുത് എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. ക്രിസ്തുവിന്റെ എല്ലാ അപ്പസ്തോലന്മാരും തുല്യ യോഗ്യതയുള്ളവരും അവനാൽ അയക്കപ്പെട്ടവരുമാണ്. അവരെയെല്ലാം ഒരേ സ്ഥാനത്ത് തന്നെയാണ് ക്രിസ്തു നിയമിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതുപോലെ ദൈവസഭകളിലെ എല്ലാ ഇടയന്മാർക്കും പരസ്പരം മേൽനോട്ടമോ
ആധിപത്യമോ ഇല്ല എന്നും ആരും മറ്റൊരാളുടെ മേൽ അധികാരം പ്രയോഗിക്കാനോ ശക്തിയോടെ ഭരിക്കാനോ പാടില്ല എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. ക്രിസ്തുവിനാൽ എല്ലാവർക്കും ഒരേ ഔദ്യോഗിക അധികാരം തുല്യമായി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കുന്നു. അല്ലാത്ത പക്ഷം ക്രിസ്തുവിന്റെ രാജ്യം ലോക ജനതകളെ പോലെ ലൗകിക സ്വഭാവമുള്ളതാകുകയും ചെയ്യുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ക്രിസ്തുവിന്റെ രാജ്യം ആത്മീകമാണെന്നും അത് ലൗകിക ആഡംബരത്തിലോ പ്രൗഢിയിലോ ഉള്ളത് അല്ലെന്നും കർത്താവ് വ്യക്തമാക്കുന്നു. പരസ്പരം അധികാരം പുലർത്തുന്ന വിജാതിയരുടെ പോലുള്ള അധികാരം, ആധിപത്യം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കാതെ ദൈവജനത്തിന്റെ കൂട്ടായ്മ വചനത്തിന്റെയും ദൈവിക നിയമങ്ങളുടെയും ആത്മീക നടത്തിപ്പിൽ കേന്ദ്രീകൃതമാണെന്നും കർത്താവ് അർത്ഥമാക്കുന്നു. അപ്പസ്തോലനായ പത്രോസിന് അധികാരത്തിന്റെ സിംഹാസനവും സാർവത്രിക സഭയുടെ തലവന്റെ സ്ഥാനവും ഉണ്ടായിരുന്നു എന്ന് തെറ്റായി പഠിപ്പിക്കുന്ന സമുദായങ്ങൾ ഈ വചനത്തെ കാറ്റിൽ പറത്തുന്നവരാണ്. ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഏവരും തുല്യരാണെന്ന സത്യത്തെയാണ് അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വചന സത്യങ്ങൾ എപ്പോഴും നിലനിൽക്കും. 26-27 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം എന്നീ 2 നിർദ്ദേശങ്ങളിലൂടെ കർത്താവ് അർത്ഥമാക്കുന്നത് ദൈവരാജ്യത്തിൽ മഹാന്മാരാകുക എന്നാൽ ആളുകളെ സേവിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകുകയും ചെയ്യുക എന്നതാണ്. ശുശ്രൂഷകന്മാരും ദാസന്മാരും സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവസാനമുള്ളവരാണ്. ഭരണാധികാരികളുടെ ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റുക എന്നത് ഓരോ ദാസന്റെയും ശുശ്രൂഷകന്റെയും ജോലിയായിരുന്നു. അവരുടെ ഭരണാധികാരികളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയതിനു ശേഷം മാത്രമേ അവർക്ക് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ. അധികാരികളുമായുള്ള ഇടപെടലുകളിൽ മാത്രമല്ല, ദൈവജനത്തിൽ എല്ലാവരുമായും ഒരു ദാസന്റെ മാനസിക അവസ്ഥയും കാഴ്ചപ്പാടും സ്വീകരിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഈ രീതിയിലാണ് തന്റെ രാജ്യത്തിൽ മഹാന്മാരാകുന്നതെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കാൻ ഭൂമിയിൽ ഏറ്റവും ചെറിയവനായി സ്വയം കണക്കാക്കുക എന്നും സ്വർഗത്തിൽ ഒന്നാമനാകാൻ മനുഷ്യരിൽ അവസാനത്തവനാകുക എന്നും കർത്താവ് പഠിപ്പിക്കുന്നു. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് എന്ന് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 28-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവൻ മറുവിലയായി നൽകുവാനുമാണ് എന്ന് കർത്താവ് പറയുന്നത് വഴി അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കാം. മിശിഹ എന്ന നിലയിൽ ദൈവത്തിന്റെ അഭിഷിക്ത രാജാവും മനുഷ്യരുടെ ഭരണാധികാരിയും എന്ന നിലയിൽ ക്രിസ്തു താൻ ഭരിക്കുന്നവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചില്ല. ദൈവപുത്രനായ യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവായിരുന്നിട്ടും മനുഷ്യാവതാരം ചെയ്തത് തന്റെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനല്ല, മറിച്ച് ഒരു നല്ല ഇടയനായി തന്റെ ജനത്തിന് തന്റെ ശുശ്രൂഷ നൽകാനാണ്. മിശിഹായും അവന്റെ രാജ്യവും ലൗകിക ഭരണാധികാരികളെ പോലെ അല്ല, മറിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ മനുഷ്യർക്ക് ചെയ്യുന്ന സേവനമാണ് പ്രാധാന്യമെന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പിതാവിനോടുള്ള അനുസരണത്തിൽ പാപികളായ അനേകർക്ക് വേണ്ടി തന്റെ ജീവൻ മറുവിലയായി കൊടുത്തു വീണ്ടെടുക്കാൻ വന്നതാണ് എന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു നമ്മെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ തന്റെ ജീവൻ വിമോചന ദ്രവ്യമായി നൽകി എന്ന വലിയ സത്യം കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ യേശു യെരിഹോവിൽ 2 അന്ധന്മാരെ കണ്ടുമുട്ടുന്നു. അന്ധന്മാർ അവനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നതും അവൻ അവരെ തന്റെ അടുക്കൽ വരാൻ ക്ഷണിക്കുകയും തന്നിൽ നിന്ന് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് അവർ ഉത്തരം നൽകിയപ്പോൾ യേശു അനുകമ്പയാൽ വികാരഭരിതനായി അവരുടെ കണ്ണുകൾ സൗഖ്യമാക്കുന്നു എന്ന് നാം വായിക്കുന്നു. 29-30 വാക്യങ്ങളിൽ അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു എന്ന് വായിക്കുന്നു. മാർക്കോസ് 10-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കുരുടന്മാരിൽ ഒരാൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന
പേരുള്ള ആളായിരുന്നു എന്നും ഭിക്ഷ യാചിക്കാൻ ആണ് വഴിയരികെ ഇരുന്നിരുന്നതെന്നും വ്യക്തമാവുന്നു. 30-31 വാക്യങ്ങളിൽ യേശു കടന്നു പോകുമ്പോൾ അവർ കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു എന്ന് ചിലർ 2 അന്ധന്മാരോടും ബഹളം വെക്കുന്നത് നിർത്തി മിണ്ടാതിരിക്കാൻ ശാസിച്ചപ്പോൾ അവർ അങ്ങനെ തന്നെ കൂടുതൽ നിലവിളിച്ചു എന്ന് കാണുന്നു. ഈ അന്ധർ ഇങ്ങനെ നിലവിളിക്കുന്നതിൽ നിന്ന് യേശുവിനെ കുറിച്ച് മുമ്പ് കേട്ടിരുന്നു എന്നും യേശു മിശിഹായാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നും മനസ്സിലാക്കാം. ദാവീദിന്റെ പുത്രൻ എന്നത് മിശിഹയെ കുറിച്ചുള്ള ഒരു വ്യക്തമായ രാജകീയ പരാമർശമായിരുന്നു എന്ന് പഴയ നിയമ തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. ദൈവം ദാവീദ് രാജാവിനോട് അവന്റെ ഒരു സന്തതി അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനത്തിൽ എന്നേക്കും സ്ഥിരമായി ഭരിക്കുമെന്ന മശിഹയെ കുറിച്ച് ശമൂവേൽ 7:12-16 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യേശുവിന് അവരോട് കരുണ കാണിക്കുവാനും അവരുടെ കാഴ്ച പുനഃസ്ഥാപിച്ച് അവരെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. 32-33 വാക്യങ്ങളിൽ യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു എന്നും കർത്താവേ, ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണമെന്ന് അവർ പറഞ്ഞു എന്നും നാം വായിക്കുന്നു. അത്ഭുതകരമായി അവരുടെ കാഴ്ച പുനഃസ്ഥാപിക്കുവാൻ യേശുവിന് കഴിയുമെന്ന് അവർ വിശ്വസിച്ചതായി അവരുടെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നു. ഈ അന്ധന്മാരോട് യേശു കർത്താവിന് അനുകമ്പ തോന്നിയതായി 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു എന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18:42-43 വരെയുള്ള വാക്യങ്ങളും മാർക്കോസ് 10:52 വാക്യവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ബർത്തിമായിയോട് യേശു പോക, കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നും ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു എന്നും കാണുന്നു.